വേണ്ടടാ വേണ്ടടാ എനിക്ക് വേണ്ടടാ വേണ്ട എടാ വേണ്ട എനിക്ക് ആ വെള്ളം ഒന്നും വേണ്ട മമ്മി അത് ഇങ്ങനെ തന്നെ എടുത്ത് വായിലിട്ട് നോക്കി വേണ്ട മോനെ എനിക്കത് വേണ്ട അതിനോട് യാതൊരു കുഴപ്പമില്ല ഇങ്ങനെ വായിലെടുത്തിട്ട് അങ്ങനെ എടുത്ത് എടാ എനിക്ക് വേണ്ട ശരിക്കും മമ്മി അങ്ങനെ ദോഷമൊന്നും ഇല്ലെന്ന് ചുമ്മാ ടേസ്റ്റ് ആ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പഠനം നടത്തിയ വിമാനത്തിലേക്ക് ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. ഈ പ്രോത്സാഹന സമ്മാനം നൽകുന്നതിനായി ഓച്ചിറ പോലീസ് സ്റ്റേഷൻ സീനിയർ പോലീസ് ജോസ് സാർ ഈ വേദിയിൽ കടന്നുവരുന്നതാണ്. ആരോഗ്യ ജോലി കരുതാപ്പിൽ നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനമാണ്. അടുത്തതായി നമ്മുടെ വലിയ കണക്കിൽ വന്ന ഗായകനും അദ്ദേഹം കഴിഞ്ഞ പരിപാടിയിലൂടെ വന്ന് ഗാനം ആരംഭിച്ചതാണ്. അദ്ദേഹം ഒരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് അടുത്തതായി ആൽബാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ബന്ധപ്പെട്ട് ഇവിടെ പരിപാടി ഗംഭീരമായിരിക്കുകയാണ്. എല്ലാവർക്കും മുമ്പോട്ട് കടന്നു വരാം. എല്ലാ കുട്ടികൾക്കും പാടാനുള്ള അവസരമുണ്ട്. വേണ്ട 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 ഒട്ടും വേണ്ട അവർക്കല്ലേ ഇഷ്ടം അവർക്ക് വേണ്ടാടാ എനിക്ക് വേണ്ട ഓ വേണം വെച്ചില്ലേ ഇത് വെറും ഉരുളക്കിഴങ്ങാ ഇവിടെ നിന്ന് മാറാപ്പാ ഈ കൊണ്ടു തരുമ്പം തിന്നാതിരിക്കുന്ന എങ്ങനെയാണ് എനിക്കൊന്നും പിടിക്കുന്നതല്ല ഇങ്ങോട്ട് പാ ആ കുന്നും മണ്ടേ പാ എത്രയായി മൊത്തം അപ്പം ആ കുന്നും മണ്ടേ പോ ആ കുന്നിൻ്റെ മണ്ടേ പോണം ആ ഒന്നതാ നാളെ എല്ലാവർക്കും അതേലെ ഇങ്ങനെ കയറി കയറി പോണം ചെരുപ്പിടുകാലേ നീ അങ്ങോട്ട് പോയി കളിക്കാം ഇത് വെറുതെ തന്നാന്നോ അതോ ഒരു പൈസ ചുമ്മാ ആർക്കും വേണേ വെറുതെ കൊടുത്തേക്കാം നമുക്ക് കിട്ടിയതാണ് വെറുതെ കിട്ടിയ എന്നാ പിന്നെ കയ്യിലെടുത്തു അവിടെയൊക്കെ പറപ്പിക്കാം പെരയുടെ മണ്ടയെ വെച്ച് പറപ്പിക്കാം കാറ്റില്ല വേണേ എടുത്തോ കയ്യില്
വേണേ എടുത്തോ കയ്യില്ല, അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് പറപ്പിക്കാം. എടുത്തോ ബാ, അങ്ങോട്ട് പോന്നോ? എന്നോട് ഒന്ന് പറയാം. അപ്പൊ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അവരോടെ കളിക്കണമെന്ന് ഇവിടെ ഞാൻ പിള്ളേരോട് അങ്ങോട്ട് ചെയ്യുന്നു. എന്തിനാ ഇത് ചെയ്യുന്നത്? ആ അവള് വിളിക്കുന്നുണ്ട്. ആ കൊച്ച് തിരിച്ചു പിടിക്കുന്നുണ്ട്. വീട്ടിലായിക്കോളൂ. അവള് തിരിച്ചു പിടിക്കുന്നുണ്ട്. വെള്ളം വരുമ്പം തിരിച്ചു വലിക്കുന്ന അവളെ. ഞാൻ വലിയ കൊച്ചിനോടാ പറഞ്ഞത്. നമ്മളെ ഇച്ചിരി നേരം അവളെ ഒന്ന് കളിപ്പിക്കുക. ഓട്ടോ പറ്റില്ലല്ലോ. ഞാൻ ഒരു ഓട്ടോ ഉണ്ട് 999. 9999 വരുമാനം അല്ല, ഡൗൺ പേയ്മെന്റിന് കിട്ടും. ഓട്ടോ എന്തിനാ നമുക്ക്? ഓട്ടോ പറ്റില്ല അല്ല. ഓട്ടോ ഓടിക്കാൻ പോകും. എനിക്കൊരു ഓപ്ഷൻ ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അത് വണ്ടി എടുത്തിട്ട് മറ്റേ മനുഷ്യൻ മീൻ വിറ്റോളൂ വന്നു എവിടെയെങ്കിലും വെച്ച്. വേറൊരു കളവനുണ്ട്, അയാൾക്ക് ആരുമില്ല. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആരുമില്ലാത്ത മനുഷ്യന് നമുക്ക് ഇപ്പം ലേഡീസിന് ഇപ്പം മമ്മിയുടെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ശതമാനം സബ്സിഡിയും 40% ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞ് മനസ്സിലായോ? ഏതാ ഉപജീവന മാർഗമൊന്നും പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ബാങ്കിനെ സമീപിക്കാൻ വേണ്ടി ആദ്യം 40% എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ വണ്ടി. ഇതെല്ലാം കൂടി അടുത്ത് ആരടയ്ക്കൂടെ? ഇടയിൽ നമുക്ക് അടയ്ക്കാൻ പറ്റുമല്ലോ. 40% സബ്സിഡി എന്ന് പറയുമ്പോൾ ഇവരുടെ പലിശ പോലും ആകുന്നില്ലെന്നോ. അതെടുക്കുന്ന അത് വിശദമായിട്ട് അവർ തിരിച്ചാൽ ഞാൻ അയച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ച് ഒരു സ്ത്രീക്കുള്ള ഉപജീവന മാർഗം കൊണ്ടൊപ്പം എടുക്കുകയാണെങ്കിൽ 40% ഇപ്പോൾ എല്ലാ ബാങ്കിൽ നിന്നും സബ്സിഡി ഉണ്ട്. 40% ടോട്ടൽ എമൗണ്ട് 40% എത്രയായിരിക്കും? 1.5 ലക്ഷം രൂപ. 1,99,000 രൂപ ഉള്ള വണ്ടിക്ക് 40% സബ്സിഡി ഗവൺമെൻറ് നേടിയിടെയാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് എനിക്കിപ്പം ഇവളുടെ വണ്ടിയുടെ ലാസ്റ്റ് ക്ലോസിങ് എനിക്ക് കിട്ടിയത്. 3,40,000 രൂപ അടയ്ക്കാനുള്ളത് 1,40,000 രൂപ എനിക്ക് സാധിക്കും. വണ്ടി ക്ലോസിങ് കിട്ടിയത് HDFC ബാങ്ക്. അത് ഇൻ്റർനാഷണൽ ബാങ്ക് അല്ല, നാഷണൽ ബാങ്ക് അല്ല, പ്രൈവറ്റ് സെക്ടർ ഇൻ്റർനാഷണൽ ബാങ്ക്. അതേസമയം കാനറ ബാങ്ക്, കേരള ബാങ്ക്, നമ്മുടെ കാനറ ബാങ്ക്, ബാങ്ക് അതിന് പ്രൊസീഡ് ചെയ്യണമെന്ന് ആർക്ക് രാജ്യം വേണമെന്ന് ചോദിച്ചു. പിള്ളേർച്ചത്തിന് വല്ലതും വേണമെന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ നമുക്ക് വെറുതെ എന്നോട് ആ ചോദിച്ചപ്പോൾ ആ കൊച്ചനൊരു കരുണ കാണിച്ചതാണ്. എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാനിത് പറപ്പിച്ചും തരാം, എനിക്ക് ഉപയോഗിച്ചോളാം എന്നുള്ളത്. നമ്മളത് അവിടെ കൊണ്ടുപോയിട്ടൊരു കാര്യം അവർക്ക് വേണ്ട, പിന്നെ വെച്ചേരെ, പിന്നെ അങ്ങനെ എടുക്കാം. ആ പെരയുടെ മണ്ട ഇരുന്ന് പറപ്പിക്കത്തി. ആ മരങ്ങളെ പോയി ഉടക്കും. എന്തെടുക്കുക പോയി അല്ല, അങ്ങോട്ട് പോകാനേ ഈ ധൃതി വെക്കുന്നേ. ആ പട്ടം ആർക്കെങ്കിലും കൊടുക്കാൻ പോയതാണ്. കൊടുത്താർക്കാണ്. അവളെന്തിയേ എങ്ങോട്ടോട്ട് ഓടി? കൊച്ചെന്തിയെന്ന് നീങ്ങി നിൽക്കേ, ബാ വീഴും. വീണു പോയെങ്കിൽ പോവും. അത് വരത്തില്ല. ഇനിയിപ്പോൾ അവിടെ കമ്പനിയാ. അവിടെ കളഞ്ഞേക്കടി പോയേക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, വേറെ വീട്ടിൽ പോക്കോ.
എന്താ ഈ ചേച്ചിയുടെയൊക്കെ കൂടെ പോക്കോ ഞാൻ കൊണ്ടായിക്കോട്ടെ ആ കൊണ്ടായിക്കോളൂല്ലേ ആ ഞങ്ങൾ പോവാം ഒരു കമ്പനി കിട്ടുന്നതല്ലേ വേറെ നിൽക്കുന്നത് സമാധാനമായിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല ഇറങ്ങാൻ പറ്റത്തില്ല വീഴരുത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിർത്തിയത് അത് തിര കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല വരുന്നത് വീഴും ഇങ്ങോട്ട് കയറി നിൽക്കേ അങ്ങോട്ട് വീണ് പോയാലേ കുഴപ്പമാണ് നിൽക്ക് മോളിൽ കയറി നിൽക്കേ ഇവിടെ കയറി നിൽക്കേ ആ ഇവിടെ നിൽക്കും അങ്ങോട്ട് വീഴരുത് അതല്ല ഞാൻ വേറെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം അച്ഛന് പറഞ്ഞതാണ് വീഡിയോ ഒക്കെ എടുക്കുന്നു വീഡിയോ ഒക്കെ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നു ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ വന്നു വീഡിയോ ഒക്കെ എടുക്കുന്നു അറിയാം ആ ഞാൻ നോക്കി എന്താ പറഞ്ഞേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ ഇവിടെ സൺസെറ്റ് ഒന്നുമില്ല ഇവിടെ വല്ല വളരെ മനോഹരമായി ഇരിക്കുകയാണ് ഈ അക്ഷയഗ്രഹ പ്രോത്സാഹന സമ്മാനം നൽകുവാനായി ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ ശ്രീ ഹരിജിത്തിനെ ക്ഷണിക്കുകയാണ് ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ അക്ഷയ കഴിയുകയാണ് കരുനാഗപ്പള്ളി അറേബ്യൻ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനമാണ് ഐഫോണിന്റെ എന്റെ വെച്ചാ അടുത്തതായി ഓച്ചിറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിങ്ങൾ മൂന്ന് പേരും കൂടെ ആര് മൂന്ന് മമ്മിയും ഇവരും കൂടെ ആണ്ടെ വാണ്ട വിളിക്കും വാ കൊണ്ട് വരുന്നുണ്ട് ബെഞ്ച നിങ്ങൾ നാലുപേരും കൂടെ നിന്നേ ഫോൺ ഓഫ് ചെയ്തിട്ട്